പിന്നെ ഞങ്ങളുടെ കല്യാണം ആള് ഹിന്ദു ആയിരുന്നല്ലോ, ഹിന്ദു ആയിട്ട് പിന്നെ ഞാൻ മുസ്ലിം. പക്ഷെ ഇപ്പൊ ഞങ്ങൾ രണ്ടാളും മുസ്ലിമാണ് കേട്ടോ. കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടിയിട്ട് എന്റെ മതം സ്വീകരിച്ച് മുസ്ലിമായി വന്നൊരു വ്യക്തിയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞ ഭയങ്കര എന്താ പറയാ ഭയങ്കര സന്തോഷം ഉണ്ടായില്ല കേട്ടോ. കാരണം ഞാനൊരു ഹിന്ദു ആയിട്ട് വരണ അങ്ങനൊന്നും ഒരിക്കലും നിർബന്ധം പിടിച്ചിട്ടില്ല. കാരണം ഫാമിലിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആൾക്ക് ആരുമില്ല. അച്ഛന്റെ അച്ഛനും അച്ഛന്റെ അമ്മയാണ് ഉള്ളത് കേട്ടോ. അപ്പൊ അവരാണ് നോക്കിയത്, വേറെ ആരും ഇല്ല. സംഭവിച്ച അച്ഛൻ മരണപ്പെട്ടു, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളായിട്ട് കുറച്ച് കഷ്ടത്തിലായിരുന്നു നമ്മള്. ഇപ്പൊ വിളിച്ചിറക്കി കൊണ്ടുവന്നാലും നോക്കാൻ ആളില്ല. വീട് സ്ഥലം അല്ലാണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ, വീടുണ്ട്. ഞങ്ങളിപ്പോ കൂടുതൽ കുറച്ച് ആൾക്കാർ വേണല്ലോ. എന്തായാലും ഇപ്പൊ ഒരു കല്യാണം പറയുമ്പോ കല്യാണം മാത്രമല്ല, അത് കഴിഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, നമുക്ക് മുന്നോട്ട് ജീവിതമുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മള് പിന്നെ അത് ഞാൻ ആലോചിക്കുമ്പോ എനിക്ക് ഞാൻ അവളുടെ വാപ്പാനും ഉമ്മനും കണ്ടക്കുന്നത് എന്താ വെച്ചാൽ ഒരിക്കലും അവളുടെ അല്ല, അത് എന്റെ തന്നെയാണ്. എന്താ വെച്ചാൽ എനിക്ക് അതിന്റെ സ്നേഹം കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ട്. ഒരു അച്ഛനും എന്തോ അതായത് വാപ്പയും നമുക്ക് അറിഞ്ഞിട്ടില്ല. എന്റെ അച്ഛനൊക്കെ 5ാം ക്ലാസ് പഠിക്കാൻ മരിച്ചു പോയതാ. അപ്പൊ എനിക്കിത് വലിയത് വിഷമം. എന്താ വെച്ചാൽ ഞാൻ കാരണം അവൾക്ക് കൂടി ആരും ഇല്ലാണ്ടാവും എന്നൊരു ചിന്തയ്ക്ക് വന്നപ്പോ എന്റെ അച്ഛനും അച്ഛൻ തന്നെ പറഞ്ഞിട്ടാ, എന്ന് വെച്ചാൽ നിനക്ക് കാര്യങ്ങൾ അവരും വയസ്സായ ആൾക്കാരല്ലേ. അപ്പൊ അവരെന്റെ നിങ്ങോട്ട് പറഞ്ഞു, ഞങ്ങള് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരും ഉണ്ടാവില്ല ഭൂമിയിൽ. അപ്പൊ നമുക്ക് തന്നെ അവളും വീട്ടുകാരും നമുക്ക് ഉണ്ടാവും. 10 പേര് രണ്ട് കൂടെ നിൽക്കുമ്പോണ്ട്. അപ്പൊ പിന്നെ എനിക്ക് അനിയുണ്ട്. അപ്പൊ അവനും പറഞ്ഞു. അപ്പൊ എനിക്കൊരു അനിയന്റെ, അവന്റെ പേര് സുമേഷാണ്. അപ്പൊ അവൻ എന്ത് പറഞ്ഞത്, നീ പോവാ നല്ലത്. എന്ന് വെച്ചാൽ നമുക്ക് ആരും ഇല്ലാണ്ടാവിടെ. അപ്പൊ നമുക്കിപ്പോ ആരെങ്കിലും എല്ലാ മനുഷ്യന്മാരല്ലേ. അപ്പൊ അങ്ങോട്ട് പോകാന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ എന്റെ അനിയനെ പറഞ്ഞ വീട്ടിൽ ഭയങ്കര കാര്യമാണ്. നമ്മുടെ കുടുംബത്തിലെ എല്ലാ കാര്യത്തിലും ഒരിക്കലും എന്റെ മനസ്സിൽ ഒരിക്കലും ഇതേവരെയായിട്ട് നമ്മള് എന്റെ അനിയന്റെ പേര് മാറ്റി നിർത്തുക ഒന്നുമില്ല. ഇപ്പൊ എന്തൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഞാൻ അറിയാനായിട്ട് മുന്നേ പറയും, അവനെ വിളിക്കുകയും ചെയ്യും. എന്താ വെച്ചാൽ അങ്ങനെയാണ് നമ്മള്. അത് സ്നേഹമാണത്. അതിന് മോളിക്ക് വേറൊന്നുമില്ല.